ഹലോ അങ്ങനെ പറഞ്ഞു ആ ഡേ വന്നെത്തി. ഞങ്ങൾ കൂട്ടുന്നത് മാത്യു അജീഷും പോവാണ്. പോകുന്നത് രണ്ടുപേരായാലും ഒരുപാട് സാധനങ്ങളുണ്ട്. 7 പെട്ടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആയതുകൊണ്ട് അവരെ കൊണ്ടാക്കാൻ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു ട്രിപ്പ് മോഡൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ബട്ട് അതാരും പുറത്ത് കാണിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോൾ വിഷമം കൂടിക്കൂടി വരായിരുന്നു. പക്ഷെ ഞാനും അതധികം പുറത്ത് കാണിച്ചില്ല. പിന്നെ എവിടെ പോകുമ്പോഴും ഞങ്ങൾക്ക് ഫുഡ് നിർബന്ധമാണ്. അതും ഞങ്ങളൊന്നും ഫുഡ് കഴിക്കുന്നത് അതൊരു സ്പെഷ്യൽ മൊമെൻറ്റാണ്. അതിൻ്റെ ഇടയിൽ ഇവരോട് പോകുന്നതിൽ ഇവർക്ക് വല്ല വിഷമമുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് 2 പേർക്കും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നേ. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം വരുന്നത് മാത്രമേ കണ്ടുള്ളൂ. എങ്ങോട്ടേക്കാണ് ഇതെല്ലാം പോയതും കൂടി അറിഞ്ഞൂടെ. കാരണം എല്ലാവരും നല്ല രീതിക്ക് വിശന്നായിരുന്നു. അങ്ങനെ ഫൈനലി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ട്രെയിൻ കയറാൻ വേണ്ടി പോയി. ലാസ്റ്റ് ട്രെയിനിലിരിക്കലും നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പാടിയാണ് പോകുന്നത്. ബട്ട് ഓരോ നിമിഷം കഴിയുമ്പോഴും എല്ലാവരുടെ നെഞ്ചിലും വേദന കൂടി വരുവാണ്. കാരണം ഒരു ഫാമിലി ആയി കഴിഞ്ഞ് ഞങ്ങൾ ഇതേ സ്പ്ലിറ്റ് ആവാൻ പോവാണ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ അവരുടെ വീട്ടിലെത്തി. അങ്ങനെ വീടൊക്കെ കുറച്ച് നേരം കണ്ട് അവരോടൊപ്പം കുറച്ച് നേരം സംസാരിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അങ്ങിരുന്നു. നമുക്ക് ആർക്കും അവിടുന്ന് വിട്ട് പോരാൻ വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു. ബട്ട് എങ്കിലും പോവല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. പിന്നെ ആ ഒരു മൂടൊക്കെ ഓക്കെയാൻ എല്ലാവരും കുറച്ച് ചിൽ വൈബിലൊക്കെ അങ്ങ് നിന്നു. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്താനുള്ളതുകൊണ്ട് മനസ്സോടെ ഞങ്ങൾ 3 ആളെ ഇറങ്ങി. കൊണ്ടാക്കാൻ അവരും വന്നായിരുന്നു. ആളിപ്പാടി പോയെങ്കിലും അവസാനം ട്രെയിനിൽ കയറി അവർ ടാറ്റുന്നതിന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ അവരോട് സ്പെൻഡ് ചെയ്ത ഓരോ ടൈമും എനിക്ക് അത്രയ്ക്ക് പ്രഷ്യസ് ആയിരുന്നു. എന്നെ അതുപോലെ അവർ കെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരില്ലാത്ത വീട്ടിലോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാണ്ടാണ് ഞങ്ങൾ 3 ആളും തിരിച്ച് വീട്ടിൽ കയറിയത്.